ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10 ഡേയ്സ് ഗ്ലാസ് സ്കിൻ ചലഞ്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു നമ്മുടെ ഗ്ലാസ് സ്കിൻ ചലഞ്ച് കഴിഞ്ഞോ എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്ലാസ് സ്കിൻ ചലഞ്ചിൽ 3 വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ, ആ ഒരു രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു. പിന്നെ നമ്മളൊരു ഫേസ് പാക്ക് കണ്ടു. പിന്നെ ഒരു സിറം കണ്ടു, ഒരു വൈറ്റമിൻ സി സിറം, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിറം. അതാണ് നമ്മൾ നൈറ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഈ ഒരു ചലഞ്ചിൽ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ആ 3 വീഡിയോസിലായിട്ട് നമ്മൾ കണ്ടത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അത് മാറാൻ വേണ്ടിയിട്ടുള്ള റെമഡീസ് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള റെമഡി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ആൻറ്റി ഏജിങ് ഷീറ്റ് മാസ്ക് ആണ്. ഓക്കെ, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഷീറ്റ് മാസ്കിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഈ ഒരു രീതിയിലുള്ള ഒരു ഷീറ്റ് മാസ്ക് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്തിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ, അടിപൊളി റിസൾട്ടാണ്. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റ് മാസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 10 ഡേയ്സ് ഗ്ലാസ് സ്കിൻ ചലഞ്ചിൻ്റെ 4ാമത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് പനിയായിരുന്നു കേട്ടോ, അത് കാരണം തൊണ്ട ഇങ്ങനെ അടച്ചിരിക്കുകയാണ്, സൗണ്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഞാൻ ഈ ചെയ്തിരിക്കുന്ന ഹെയർ സ്റ്റൈലിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചാനൽ നിങ്ങൾ നോക്കുക. സ്റ്റൈൽ യുവർ ഹെയർ വിത്ത് ദിഷ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഇടാറുണ്ട്. അപ്പം അതും നിങ്ങൾ നോക്കുക. റെഗുലറായിട്ട് ഇപ്പോൾ ഞാൻ അതിലൊക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഹെയർ സ്റ്റൈൽ ചാനൽ നെയിം ഇത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്കിതിന് ഫസ്റ്റ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സീഡ് ആണ്. ഫ്ലാക്സീഡ് അല്ലെങ്കിൽ ചണവിത്ത് എന്ന് പറയും. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും, അതുപോലെ തന്നെ അങ്ങാടി ഷോപ്പിലൊക്കെ കിട്ടും. ഇത് കിട്ടാൻ വലിയ പാടുള്ള സാധനമൊന്നും അല്ല. അപ്പം നമുക്കിത് 1 ടേബിൾ സ്പൂണ് എടുക്കണം. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്കിന്നിന് മാത്രമല്ല മുടിക്കൊക്കെ വളരെയധികം നല്ലതാണ്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കാണ്, കാച്ചാത്ത പാലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇത് ഈ ഫ്ലാക്സീഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. 1 മണിക്കൂർ നിങ്ങളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ട് നല്ലൊരു ക്രീം രൂപത്തിലേക്ക് ഒരു എന്താ പറയുക, നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് വരും. ഓക്കെ, ഇനി ഈ മിൽക്ക് സ്കിന്നിന് ചേരാത്തവർ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാക്സീഡിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ട് നിങ്ങൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ക്യാരറ്റിന്റെ ജ്യൂസ് എടുക്കാം, പൊട്ടറ്റോ ജ്യൂസ് എടുക്കാം, കുക്കുംബർ ജ്യൂസ് എടുക്കാം. ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നത് അതെടുക്കാം. ഇതേ കണ്ടോ, ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ടൊരു ക്രീം രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടോ, ആ ഒരു നന്നായിട്ട് സോക്കായിട്ട് നമ്മളിത് തിളപ്പിക്കുമ്പോൾ വരില്ലേ, ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ നമുക്കൊരു തുണിയിലേക്ക് ഇതാക്കിയിട്ട് അരിച്ച് എടുക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ഫ്ലാക്സീഡും മിൽക്കും ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കിടിലൻ റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും അമേസിങ് ആയിട്ടുള്ളൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കിട്ടുന്നത്. അപ്പൊ അതെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടേബിൾ സ്പൂൺ അത്ര തന്നെ മതി. ഇനി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം ചേർക്കുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ ആ ഒരു ഷീറ്റ് മാസ്കിന് വേണ്ടുന്ന അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു സിറം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്രീം എന്ന് വേണമെങ്കിൽ പറയാം, ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ കുറച്ചുകൂടെ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ് ഇത്. ഇപ്പൊ നമുക്ക് ഇതുപോലത്തെ ഷീറ്റ് മാസ്ക് മേടിക്കാൻ കിട്ടും, ഇങ്ങനെ ടാബ്ലറ്റിന്റെ രൂപത്തിൽ ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും. ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഇത് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട്
ഇതുപോലെ ഇതൊന്ന് കുതിർത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ആ ഷീറ്റ് എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇത് പക്ഷേ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയില്ലേ ആ ഒരു ക്രീം, അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരില്ല. എൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഇച്ചിരി പാടാണത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തത്. അപ്പൊ നമുക്കിത് നന്നായിട്ട് ഇതിങ്ങനെ നിവർത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഇതിങ്ങനെ ആദ്യം വിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ ഫ്ലക്സീഡിൻ്റെയും അതുപോലെ തന്നെ മിൽക്കിൻ്റെയും നാരങ്ങാനീരിൻ്റെയും ഒക്കെ ആ ഒരു ക്രീം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഷീറ്റിൽ ഫുള്ളായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി നിങ്ങൾക്ക് ഇനി ഷീറ്റ് മാസ്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇതിന് പകരമായിട്ട് നമുക്ക് കോട്ടന്റെ തുണി ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് എടുത്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഫേസിൽ വെക്കാം. അപ്പൊ നമ്മുടെ ഷീറ്റ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഫേസിലേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ ഫേസ് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുക. എന്നിട്ടാണ് ഈ മാസ്ക് എടുത്ത് നമ്മുടെ മുഖത്തേക്ക് വെക്കേണ്ടത്. കണ്ടോ, അപ്പൊ ഇത് ഇതുപോലെ എടുത്തിട്ട് അങ്ങോട്ട് വെക്കുക. അടിപൊളി സാധനമാണ്. അപ്പോൾ ഒരു 30 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹൈഡ്ര ഫേഷ്യൽ അല്ലെ. നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഹൈഡ്ര ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന റിസൾട്ട് എന്ന് വെച്ചാൽ സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആകും, നല്ല ബ്രൈറ്റ് ആകും. പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മങ്ങും അല്ലെ. അപ്പൊ അതുപോലത്തെ അല്ലെങ്കിൽ അതിനേക്കാളും കിടിലം ഒരു റിസൾട്ടാണ് ഈ ഒരു മാസ്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. കണ്ടില്ലേ, അപ്പൊ നമ്മൾ എത്ര രൂപ മുടക്കിയായിരിക്കും ഹൈഡ്ര ഫേഷ്യൽ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാൾ കിടിലം റിസൾട്ട് ഇതിന് തരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാൻ തോന്നില്ലേ? നിങ്ങൾ ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്കിപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രൈ നോക്കൂ, ഒരു വട്ടമെങ്കിലും ട്രൈ നോക്കൂ. നമുക്ക് വേറെ ദോഷമൊന്നുമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണുമ്പോൾ, നേരത്തെ ഉള്ളതും ഞാനത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും ഇപ്പോഴേ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ഡിഫറൻസ് സ്കിന്നിന് വന്നു എന്നുള്ളത്. കണ്ടില്ലേ, സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്. പാടുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഹൈഡ് ആയതുപോലെ, അതായത് ഒന്ന് മങ്ങിയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നെല്ലാം ഒരു ഈവൻ ടോൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഫസ്റ്റ് യൂസിൽ ഒരു റിസൾട്ടാണ്. പക്ഷെ നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസം ഇടവിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിടില റിസൾട്ടാണ്. ഒരു 3 തവണയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അമേസിങ് റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യേണ്ട റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇനി നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അത് കാരണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.